എന്ന്. ബൈജു, ഈ ജയന്ത്, ആക്ഷൻ കൗൺസിൽ അംഗം ജയന്ത് സൂചിപ്പിച്ചതുപോലെ ഇനി ആ നാട്ടിൽ സമാധാനം പുലരും. വലിയ പ്രതീക്ഷയാണ് ആ നാട്ടുകാർക്ക്. കാരണം അത്രയധികം നിയമ പോരാട്ടങ്ങൾ, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ നടത്തിയവരാണ്. ഇത്രയും പോരാട്ടം നടത്തിയപ്പോൾ ഒരു അവിശ്വസനീയമാണ്, ഇത് ഇല്ലാ കഥകളാണ്. അവർക്ക് മേൽ, ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്ക് മേൽ പോലും വലിയ ഭീഷണി ഉയർന്നതാണ്. പക്ഷെ അറിയേണ്ടത് ഇവിടെ മരിച്ചത് ആരൊക്കെയാണ്, കൊല്ലപ്പെട്ടത് ആരൊക്കെയാണെന്ന് അറിയണം. സ്വാഭാവികമായിട്ടും ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം ആരാണ് ഈ ക്രൂരകൃത്യം നടത്തിയത്, ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്, ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട്. മുൻ ശുചീകരണ തൊഴിലാളി ഇക്കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘത്തോട്, പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി ഏത് തലങ്ങളിലേക്ക് ഇയാൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പോലെ ആ സംശയിക്കുന്ന ആളുകളെ, ആ കൊലയാളികളെ, അവരുടെ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പരിശോധന പൂർണ്ണമായും പൂർത്തിയായ ശേഷം മാത്രമായിരിക്കുമോ? ടോമെ, ഈ കാര്യത്തിൽ ആരാണ് തന്നെ ഈ ഒരു കൃത്യത്തിന് നിയോഗിച്ചത് അതൊക്കെ ഇയാൾ SITക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ടോമെ, ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ ഇത്തരത്തിൽ കുഴിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ 6ാമത്തെ പോയിന്റ് മാത്രമാണ്. കഴിഞ്ഞ 4-5 പോയിന്റും അത് പ്രയാസകരമായിരുന്നു. ഞാൻ നേരത്തെ അത് കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ 6-ലേക്കാളും കുറച്ചുകൂടി എളുപ്പം 8ാമത്തെ പോയിന്റാണ്. 8-ൽ റോഡിന് തൊട്ടടുത്താണ്. അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിച്ചാൽ, ഞാനിത് തുടക്കം മുതലേ ഈ ശുചീകരണ തൊഴിലാളിയും കൊണ്ടുവരുമ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇയാൾ കാട്ടിക്കൊടുക്കുന്ന രീതിയൊക്കെ അത് കൃത്യമായി ഇയാൾ പറയുന്നുണ്ടായിരുന്നു. ഇത് ഈ സ്ഥലം കുറച്ച് മാറിയപ്പോൾ ഇവിടെയല്ല, അത്രത്തോളം അയാൾ അത് ഓർത്തു വെക്കുന്നു. കാരണം അയാളുടെ മനസ്സിൽ വലിയ തോതിൽ അന്ന് ഈ ഒരു പ്രവൃത്തി ചെയ്തതിൽ കുറ്റബോധമുണ്ട്. നിർബന്ധിക്കപ്പെട്ടു, തന്റെ കുടുംബത്തെ ഇല്ലാതാക്കും, കള്ളക്കേസിൽ കൊടുക്കും, അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്തത് ഈ ശുചീകരണ തൊഴിലാളി എന്ന് വരുത്തും, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ടാണ് ഇയാൾക്ക് കൃത്യമായ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഭാഗം അടയാളപ്പെടുത്തുന്നു. അവിടെ തന്നെ കുഴിക്കുമ്പോൾ ഈ മൃതദേഹം ലഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഇയാളുടെ വെളിപ്പെടുത്തലിൽ ഉണ്ടായ പല ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളുമുണ്ട്. അതൊക്കെ സത്യമാകാൻ പോകുന്നതല്ലേ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇവിടെ വരുമ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, ഇതൊരു അത്രത്തോളം ഒരു നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇങ്ങനെയും ഉണ്ടോ എന്ന് ഒരു തോന്നിപ്പോകും. കാരണം ആ രീതിയിലാണ് ഇവരുടെ വിവരങ്ങൾ ഉണ്ടായത്. പിന്നീട് ഓരോ കുടുംബങ്ങളിൽ പോയപ്പോൾ, ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ട് കേട്ടു. അത്തരം അനുഭവം ഒരുപാട് ആളുകൾക്കുണ്ട്. ഒരു പക്ഷേ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാവം ഇവിടെ എത്തിയപ്പോൾ പണമോ മറ്റോ അപകരിച്ച് ഇത്തരത്തിൽ കൊലപ്പെടുത്തി ഇയാളെ ഈ ദൗത്യത്തെ ഏൽപ്പിച്ചതാകാം. ഇത് പുരുഷൻ്റെതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ഒരുപാട് പേരെ ഇവിടെ 4 ദിവസം, നാട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാൾ 4 ദിവസം ഇത്തരത്തിൽ ഇവിടെ ഇയാളെ പൂട്ടിയിട്ടെന്നാൽ ഇരുമ്പ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞത്. അവിടെ ഒരു ലോഡ്ജിൽ ഇരുമ്പ് സെല്ല്, അതായത് ജയിലിന് സമാനമായ സെല്ല്, അവിടെ 4 ദിവസം പൂട്ടിയിട്ടു. കൃത്യമായി ഇയാൾക്ക് ഭക്ഷണം കൊടുത്തു. പക്ഷേ ഓരോ ഇടവേളകളിലും വന്ന് ക്രൂരമായി മർദ്ദിക്കും ഇയാളെ. പക്ഷേ എന്തിനാണ് തന്നെ ഇത്തരത്തിൽ ഇവിടെ പൂട്ടിയിട്ടതെന്നോ അതല്ലെങ്കിൽ എന്തിനാണ് മർദ്ദിക്കുന്നതെന്നോ പോലും അറിയില്ല. ഏറ്റവും ഒടുവിൽ ആളുമാറിയാണ് വേറൊരാളെ പിടിക്കേണ്ടതിന് പകരം ഇയാളെ പിടികൂടിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇയാളെ വിട്ടയക്കുകയായിരുന്നു. ഇപ്പോഴും നാട്ടക്കല്ലുണ്ട് ആ മനുഷ്യൻ. ഇപ്പോഴും ആ ഞെട്ടിപ്പിക്കുന്ന അന്നത്തെ ആ ഒരു രംഗം അയാൾ പറയും. അത് KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്ത ആ സ്ഥലം, അവിടെ നിന്നാണ് ഇയാളെ പിടിച്ചുകൊണ്ടുപോയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകൾ. മറ്റൊരാൾ ഒരു PWD ഉദ്യോഗസ്ഥരാണ്. ആ വാർത്ത പ്രക്ഷേപണം ചെയ്യാതെ ഇന്നും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ അമ്മ പറഞ്ഞത് ആ വാർത്ത തൽക്കാലം കൊടുക്കരുതെന്ന്. കാരണം ആ അമ്മ അവരുടെ സഹോദരനാണ്. ആ സഹോദരൻ ഇവിടെ എത്തിയപ്പോൾ, ബോംബെയിൽ നിന്നും ജോലി ചെയ്യുന്ന അയാൾ ഇവിടെ എത്തിയപ്പോൾ പിടിച്ച് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന പണങ്ങളൊക്കെ എടുത്ത് ഒരു പ്രത്യേക ഒരു കേന്ദ്രത്തിൽ, വനത്തിനകത്ത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ കൊണ്ടാക്കുകയായിരുന്നു. അവിടെ നിന്ന് അയാൾ രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇയാളെ തിരക്കി ഇവിടെ എത്തിയ കുടുംബത്തിന് കാണാൻ കഴിഞ്ഞത് ഈ വനത്തിനകത്ത് 3-4 മൃതദേഹങ്ങൾ തൂങ്ങി നിൽക്കുന്നതും കുറെ മൃതദേഹങ്ങൾ താഴെ കിടത്തിയ നിലയിലുമായിരുന്നു. അങ്ങനെ ഇതിലേതെങ്കിലും നിങ്ങളുടെ സഹോദരൻ ഈ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ എന്നാണ് ആ കൊലപാതകങ്ങൾ അന്ന് പറഞ്ഞത്രേ. അത്രത്തോളം ഭീകരമായ പല അനുഭവങ്ങളും ഇവിടുന്ന് നേരിട്ട് മനസ്സിലാക്കിയ ഓരോ ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി
1.5 മാസത്തിലധികമായി ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെ ജയന്തിൻ്റെ ആയാലും അത്തരം കുടുംബങ്ങൾ അല്ലെങ്കിൽ മഹേഷ് ഷെട്ടി തിമിരോടി ആയാലും അത്തരം ആളുകളുടെ വാക്കുകൾ, അവരുടെ കൃത്യമായ ഈ ഒരു കാര്യങ്ങൾ, ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളിയുമായി മണിക്കൂറുകളോളം സംസാരിച്ച അയാൾ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങൾ, അതിലെല്ലാം വളരെ കൃത്യതയുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്ന് രാവിലെയും നമ്മൾ നൽകിയ വിവരം. ഇവിടെ ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഭിക്കും. കാരണം ഈ SIT ഉദ്യോഗസ്ഥർ പോലും പ്രഗത്ഭരായ, ഈ കർണാടക കണ്ട ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. പല കേസുകളിലും തുമ്പുണ്ടാക്കിയ അത്രത്തോളം പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. അവർ പോലും ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ കൃത്യമായി വിശ്വസിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു അന്വേഷണമായിരുന്നു ഇവിടെ നടക്കുന്നുണ്ടായത്. കഴിഞ്ഞ 3 ദിവസം നമുക്കത് കൃത്യമായി കാണാമായിരുന്നു. കാരണം അവരുടെ ഓരോ പ്രവൃത്തികളും SIT വളരെ കൃത്യമായിരുന്നു ചെയ്യുന്നത്. ആദ്യം ശുചീകരണ തൊഴിലാളിയെ മംഗളൂരുവിലേക്ക് വിളിപ്പിച്ച് അവിടെ കൃത്യമായി മൊഴി രേഖപ്പെടുത്തുന്നു. 15 മണിക്കൂറാണ് അവിടെ മൊഴി രേഖപ്പെടുത്തിയത്. നേരത്തെ കോടതിയിൽ 2 മണിക്കൂറാണ് മൊഴി രേഖപ്പെടുത്തിയതെങ്കിൽ ഇവിടെ 15 മണിക്കൂർ മൊഴി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഇതിൽ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് പിന്നീട് ഒരു ആക്ഷൻ എന്ന നിലയിൽ കൃത്യമായി ഒരു പോലീസ് സംവിധാനത്തോടു കൂടി, വലിയ സന്നാഹത്തോടു കൂടി ഇവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത ഓരോ പ്രദേശങ്ങളിലും ഈ 2 പോലീസുകാരെ, ആയുധധാരികളായ പോലീസുകാരെ 24 മണിക്കൂറും കാവൽ നിർത്തുന്നു. അങ്ങനെ 13 ഇടങ്ങളിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ടോം നേരത്തെ ചോദിച്ചതുപോലെ ഇതിൽ 13 അല്ല, ഇതിൽ കൂടുതൽ പോയിന്റുകൾ ഉണ്ട്. ഒരു പക്ഷേ അത് 60, 70, 80 വരെ ആകാം. ഒരിടങ്ങളിൽ തന്നെ 3, 4 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 100-ലധികം മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ കുഴിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ്. പുരുഷന്മാരുണ്ട്, ഭിക്ഷാടനത്തിനെത്തിയവരുണ്ട്, ഇത്തരത്തിൽ ഭൂമിക്ക് വേണ്ടി ആളുകളെ കൊലപ്പെടുത്തിയ സംഭവമുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു മഞ്ഞുമലയിലെ അറ്റം മാത്രമാണ്. ഇനി ഒരുപാട് അന്വേഷണം മുന്നോട്ട് പോകാനുണ്ട്. ഇതൊരു തെളിവാണ്. കൃത്യമായ ഒരു തെളിവ് കോടതിയിൽ സൂചിപ്പിച്ചതുപോലെ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു ഓരോ രഹസ്യങ്ങളും. ഇതുപോലെ നിരവധി ആളുകളുടെ, 100-ലധികം പേരുടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചു മൂടി എന്ന് ഒരു വെളിപ്പെടുത്തൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തുന്നു. തൻ്റെ കുടുംബത്തിലേക്കും സമാനമായ ദുരനുഭവം ഉണ്ടായപ്പോഴാണ് അതിൽ കുറ്റബോധം കാരണം, ഭയം കാരണം അയാൾക്ക് നാട് വിടേണ്ടി വന്നത്. KP അഭിലാഷ് കൂടി ചേരുന്നുണ്ട്. അഭിലാഷ്, ഈ അനന്യ ഭട്ടിൻ്റെ, സൗജന്യയുടെയൊക്കെ കുടുംബാംഗങ്ങൾ നീതിക്ക് വേണ്ടി ഇപ്പോഴും പോരാട്ടം നടത്തുന്നു. കണ്ണീരോടെ കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട്. ഭയപ്പാടോടെ ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ. ഈ ശുചീകരണ തൊഴിലാളി അയാൾ മാത്രം 100-ലധികം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടി എന്ന് പറയുന്നുണ്ട്. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുന്നെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അയാൾ അപ്രത്യക്ഷനാകുന്ന കാഴ്ച. അങ്ങനെയെങ്കിൽ മറ്റ് ശുചീകരണ തൊഴിലാളികളുടെ അല്ലെങ്കിൽ മറ്റാളുകളുടെ സഹായത്തോടെ വീണ്ടും കൊലപാതകങ്ങൾ നടത്തിയേക്കാം. ഇതുപോലെ തന്നെ തെളിവുകൾ, ഇതുപോലെ തന്നെയുള്ള മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടാകാം. ആ തലങ്ങളിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതാണ്. ഈ 100-നപ്പുറം ഏകദേശം ഈ കാലയളവിൽ, ഈ ഒരു 3 പതിറ്റാണ്ട് കാലയളവിൽ 450ഓളം പേർ ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലുമായി അവരുടെ കാണാതായിട്ടുണ്ടെന്ന വിവരങ്ങളുണ്ട്. എങ്ങനെയാണ് ഇനി വിശദമായിട്ടുള്ള അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക? പ്രത്യേകിച്ചും ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. കൂടുതൽ ആളുകൾ പരാതിയുമായി അന്വേഷണ സംഘത്തെ സമീപിച്ചിട്ടുണ്ടോ അഭിലാഷ്? യെസ്, അതായത് ടോം, നമുക്ക് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാൻ സാധിക്കും. അതായത് ഈ വാർത്താ പരമ്പര നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ദൗത്യം എന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശത്ത് പതിറ്റാണ്ടുകളായി നിരവധിയായ ആളുകളെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാകുന്നു. ധർമ്മസ്ഥലയിലേക്ക് മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ തീർത്ഥാടനത്തിന്റെ ഭാഗമായി എത്തുന്ന ഒന്നാണ്. ദക്ഷിണ കന്നഡയിലെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് അവിടം എന്നുള്ളതാണ്. ഇനിയും ആളുകൾ അവിടേക്ക് പോകുകയും ചെയ്യും, അതിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ന്യൂസ് 18 ഒരു യുവാവിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത്. അതായത് ആ യുവാവിനോടൊപ്പം മറ്റൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അവരും അവിടെ ഒരു ജോലി ആവശ്യത്തിന് എത്തിയതാണ്. ഇവർ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്, ഒരു ബസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ സ്ത്രീയെ കാണാതാകുന്നു. ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിട്ടുള്ള എത്രയോ ആളുകൾ ഉണ്ട് ധർമ്മസ്ഥലയിൽ. അതായത് ധർമ്മസ്ഥലയിലെ വഴികളിലൂടെ നടന്നു പോകുന്നത് കണ്ടിട്ടുള്ള ആളുകൾ, അവിടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുള്ള ആളുകൾ, ചില ഇടങ്ങളിൽ ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടുള്ള